ശ്രീകുമാരൻ തമ്പി പുരസ്കാരത്തിലൂടെ ഈ വർഷം ഈ ആദരവിന് അർഹനായിട്ടുള്ളത് ശ്രീ മോഹൻലാലാണ്. ഒരു വിശേഷണവും ആവശ്യമില്ലാത്ത വിധം, ഒരു പരിചയപ്പെടുത്തലും ആവശ്യമില്ലാത്ത വിധം മലയാളികളുടെയാകെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന മുഖമാണ് അദ്ദേഹത്തിൻ്റേത്. ഏതാണ്ട് 4 പതിറ്റാണ്ടിലേറെയായി അഭിനയകലയിലൂടെ മലയാള സിനിമാ രംഗത്ത് നിറഞ്ഞു നിൽക്കുകയാണ് അദ്ദേഹം. ഇടയ്ക്കിടയ്ക്ക് ഇതര ഭാഷകളിലും പ്രത്യക്ഷപ്പെടുന്നു. ആ നിലക്ക് മലയാള ചലച്ചിത്ര കലാകാരൻ എന്ന അടിസ്ഥാന മേൽവിലാസത്തിൽ നിന്നുകൊണ്ട് തന്നെ ദേശീയ ചലച്ചിത്രകാരനായി ഉയർന്നു നിൽക്കുന്നു മോഹൻലാൽ. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരമടക്കം ദേശീയവും അന്തർദേശീയവുമായ ബഹുമതികൾ നേടി മലയാള സിനിമയുടെ യശസ് ഉയർത്തുന്നതിൽ വലിയ പങ്കുവഹിച്ച ഈ കലാകാരനോട് കേരളം കടപ്പെട്ടിരിക്കുന്നു. താരപരിവേഷത്തോടെ ചലച്ചിത്ര രംഗത്ത് നിൽക്കുമ്പോൾ തന്നെ നാടകകലയിലും ശ്രദ്ധിക്കാൻ മോഹൻലാൽ മനസ്സുവെച്ചു. അതിനെ അടയാളപ്പെടുത്തുന്ന നാടകമാണ് ഛായാമുഖി. ശ്രദ്ധേയമായ എത്രയോ കഥാപാത്രങ്ങളെ എടുത്തു പറയേണ്ട മിഴിവോടെ അദ്ദേഹം വെള്ളിത്തിരയിലൂടെ മലയാള പ്രേക്ഷകൻ്റെ മനസ്സിൽ സ്ഥാപിച്ചു. ഭാവവൈവിധ്യങ്ങളുടെ കലാകാരനാണ് മോഹൻലാൽ. വ്യത്യസ്തങ്ങളായ എത്രയോ ഭാവങ്ങളുള്ള കഥാപാത്രങ്ങളെയാണ് അദ്ദേഹം സിനിമയിൽ അവതരിപ്പിച്ചത്. ചലച്ചിത്ര കലാകാരനായിരിക്കെ തന്നെ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനൻ്റ് കേണൽ പദവിയിലിരുന്ന് ചെറുപ്പക്കാരെ സൈനിക സേവനത്തിലൂടെ രാജ്യരക്ഷയ്ക്ക് സംഭാവന ചെയ്യാൻ മോഹൻലാൽ പ്രേരിപ്പിച്ചു. എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അദ്ദേഹത്തിലെ മനുഷ്യത്വവും അതിൻ്റെ ഭാഗമായ ജീവകാരുണ്യ മനോഭാവവും. കേരളത്തിൽ പ്രളയ ദുരന്തമുണ്ടായപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്കുള്ള തൻ്റെ സംഭാവനയുമായി മോഹൻലാൽ നേരിട്ട് വന്നത് ഓർമ്മിക്കുന്നു. ഈയിടെ വയനാട് ദുരന്തമുണ്ടായപ്പോഴും ആദ്യം തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സഹായം പ്രഖ്യാപിച്ചവരുടെ നിരയിലാണ് ശ്രീ മോഹൻലാൽ. കേരളത്തെയും കേരളീയരെ ആകെയും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന കേരളീയനായ ഈ കലാകാരൻ എല്ലാ ഘട്ടത്തിലും അഭിനയകലയിൽ അത്യപൂർവം പേർക്ക് മാത്രം അളന്നു കുറിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഔന്നത്യങ്ങളിലേക്ക് എത്താൻ സാധിച്ചു.